ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഗപ്പികളെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് കൊടുത്തിട്ട് കുറേ നാളുകളായി. അപ്പോൾ ആളുകളും ചോദിക്കുന്നത് എന്തായി ഗപ്പികളെന്ന് കാണിച്ചു തരണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും താഴെ കുറേ ഇതേപോലെ കമൻറ്റുകൾ വന്നു, ഗപ്പികളെ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അധികമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം അപ്ഡേഷൻസ് ഒന്നും ചെയ്യാത്തത്. പുതിയ ഗപ്പികളൊന്നും വന്നിട്ടില്ല. ഉള്ളത് കുറച്ചധികം കുഞ്ഞുങ്ങളൊക്കെ ആയി പെരുകിയിട്ടുണ്ടെന്നല്ലാതെ പുതിയ ഗപ്പികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബിസിനസ് പോലെ തുടങ്ങിയതല്ല, ഇതിലൊരു കമ്പം ഉള്ളത് കൊണ്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ എന്തായാലും അന്ന് കാണിച്ചേൽക്കാൻ കൂടുതൽ ഇപ്പോൾ ഉണ്ട്. ഉള്ള ഗപ്പികൾ തന്നെ പെരുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ മിക്സഡ് ഗപ്പികൾ കിടക്കുന്ന പോണ്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്ന് കാർഡ് രൂപത്തിൽ മുകളിലേക്ക് വരും, അപ്പോൾ ഒന്ന് കയറി കാണാം. ഇതിനകത്തേ നിറയെ ചെറിയ ചെറിയ പൊടി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, നിറയെ ഉണ്ട്, ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ വലുതൊക്കെ കുറേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് മെയിലും ഫീമെയിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ എൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പോഴും ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കി കാണാം, കണ്ടോ, ഇഷ്ടം പോലെ ഗപ്പികൾ, മിക്സഡ് ഗപ്പികളാണ് ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ട, ഇതിപ്പോൾ ഒരു തവണ മാത്രമേ ഇതിലെ വെള്ളം ഫുള്ള് മാറ്റി ക്ലീൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് തന്നെ നമുക്ക് ഗപ്പികളെ മാറ്റി ഇടാൻ ആകെ കുടുങ്ങിപ്പോയി. കാരണം അത്രയും ചെറിയ ചെറിയ പൊട്ടി കുഞ്ഞുങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്ത് എടുക്കുന്ന സമയത്ത് കുറേ പൊടി കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിലെ വെള്ളം മുഴുവനായിട്ട് മാറ്റില്ല, ഒരു പൈപ്പ് വെച്ച് അടിയിലത്തെ ആ താഴെ കിടക്കുന്ന അഴുക്ക് കണ്ടോ, അതിങ്ങനെ നീക്കിയെടുത്ത് പിന്നീട് പകുതി വെള്ളം എക്സ്ട്രാ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിക്കോട്ടോ, വേണ്ട, ഇഷ്ടം പോലെ ഗപ്പി കുഞ്ഞുങ്ങളാണ്, ഇഷ്ടം പോലെ. ഒരു എൻ്റെ ഒരു കണക്ക് പ്രകാരം 2000-3000 അടുത്ത് വലുതും ചെറുതുമായിട്ടുള്ള ഗപ്പികൾ ഇതിനകത്തുണ്ടാവും. അത്രയുണ്ട്. നമുക്കിത് ഇതിനടിയിലൊക്കെ കാണാം. ഇപ്പോൾ എനിക്കൊരു സംശയം, ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒന്നുകൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. അതൊന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയണം. കണ്ടോ, ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ അധികമായി കഴിഞ്ഞാൽ, ഭയങ്കര കൺജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് താഴെ അറിയാവുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മിക്സഡ് ഗപ്പികൾ എന്ന് പറഞ്ഞാൽ റെഡ് വെറൈറ്റീസിൻ്റെ മിക്സഡാണ് അധികം ഉള്ളത്. അതായത് ജർമ്മൻ റെഡ്, പിന്നെ ഒരു ബിഗ് ഇയർ, ഒരു ബിഗ് ഇയർ റെഡിൻ്റെ തന്നെ അതൊക്കെയാണ് ഇതിൽ കൂടുതലുള്ളത്. അതിൻ്റെ ക്രോസുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അധികം റെഡ് വാലൊക്കെയുള്ള ഗപ്പികളാണ്. പിന്നെ കോബ്ര, റെഡ് കോബ്ര, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇതിൽ മിക്സഡായിട്ട് ഇട്ടിട്ടുള്ളത്. ഇതിനകത്തുള്ളത് ജർമ്മൻ റെഡ് എന്ന് പറഞ്ഞൊരു ഇനം ഗപ്പികളാണ്. അതിലെ പെയറല്ലാത്തതാണ് കേട്ടോ, പെയറാവാറായിട്ടില്ല. അതിലെ മെയിലിനെ മാത്രം ഇതിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ്. മെയിൽ ജർമ്മൻ റെഡിൻ്റെ മെയിലുണ്ട്. പിന്നെ ഈ ഒരു കോബ്ര എന്ന് പറഞ്ഞൊരു ഇനം, അത് ആകെ 3-4 ഉള്ളൊരു സുഹൃത്ത് കൊണ്ടു തന്നാണ്. അതിൻ്റെ ഒരു
മൂന്നോ നാലോ മെയിലും കൂടെ ഉണ്ട്, അതാണ് ഇതിനകത്തുള്ളത്. പിന്നെയുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ്, അതായത് ജർമ്മൻ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ബാക്കിയുള്ളത്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ജർമ്മൻ റെഡിൻ്റെ ഫീമെയിലുകൾ ഫുൾ എൻ്റെ നഷ്ടപ്പെട്ടു. ഈ കുഞ്ഞുങ്ങളിൽ ഫീമെയിൽ ഉണ്ടാവും, ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ഐറ്റമാണ് ഈ പോണ്ടിൽ കിടക്കുന്നത് യെല്ലോ ടക്സിഡോ. യെല്ലോ ടക്സിഡോ ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ഒരു 5-6 പെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഗപ്പികളാണ് ഇതിൽ മുഴുവൻ കിടക്കുന്നത്. നേരത്തെ മിക്സഡ് ഗപ്പികളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും ഗപ്പികൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഒക്കെ ഇതിനകത്തുണ്ട്. പല പ്രായത്തിലുള്ള ഗപ്പികൾ ഇതിനകത്തുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, കണ്ടാ. ഇതിന് ഈ പറഞ്ഞതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം ഡെലിവറി ആവാറായിട്ടുള്ള ഫീമെയിൽ ഫിഷുകളുണ്ട്. കുറച്ചധികം മെയിൽ ഫിഷുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിലൊക്കെ വലിയ വലിയ ഗപ്പികൾ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ്ട ആ സൈഡിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഇവർ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ഭക്ഷിക്കും എന്നുള്ള, മറ്റ് ഗപ്പികളെ അപേക്ഷിച്ച് മറ്റുള്ള ഗപ്പികളും കുഞ്ഞുങ്ങളെ കഴിക്കും. പക്ഷേ യെല്ലോ ടക്സിഡോ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പക്ഷേ അതിൽ കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എത്രമാത്രം ശരിയാണെന്നുള്ളത് അറിയില്ല. പിന്നെ ഈ കാണുന്ന ഇതിലാണ് യെല്ലോ ടക്സിഡോ മെയിൽ ഫിഷ് ഇട്ടിട്ടുള്ളത് ഇതിനകത്താണ്. കുറച്ചധികം മെയിൽ ഫിഷുകൾ വന്നപ്പോൾ അതിനെ മാറ്റി ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് മാറ്റിയിട്ടതാണ്. വേണ്ട, ചില ഇതിൽ 1-2 ജർമ്മൻ റെഡിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. അതല്ല, ഇവിടെ ഒരു ജർമ്മൻ റെഡിൻ്റെ കുഞ്ഞുണ്ട്, ഇതായി പോണത്. അതതിനെ പിടിച്ചപ്പോൾ ഇതിൽ കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ ഇതാണ് യെല്ലോ ടക്സിഡോ മെയിൽ. ഇതിൽ 2 ജർമ്മൻ റെഡ് ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു സുഹൃത്ത് ഇവിടെ വന്നപ്പോൾ, ഇത് യെല്ലോ ടക്സിഡോ അല്ല, ഇത് ഗ്രീൻ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാനത് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെയിലിനടുത്തൊരു ഗ്ലാസ്സിലാക്കിയിട്ട്. അപ്പോൾ അത് യെല്ലോ ടക്സിഡോ അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഉള്ളത് ഇത് ഞാൻ പറഞ്ഞ ജർമ്മൻ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ഏകദേശം 4 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു 2 ആഴ്ചയോളം പ്രായമുള്ള ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഫുൾ ബ്ലാക്കിൻ്റെ പാരൻറ്റ് സ്റ്റോക്ക്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ വന്നിട്ട് ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ പാരൻറ്റ് സ്റ്റോക്ക് കൊണ്ടുവന്നിരുന്ന 2 പേരാണ് കൊണ്ടുവന്നിരുന്നത്. അത് 1-2 തവണ ബ്രീഡായപ്പോൾ തന്നെ ആ പാരൻറ്റ് സ്റ്റോക്ക് 2ഉം ഡെഡായിപ്പോയി. അതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇവരിൽ നിന്ന് പിന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ ഇൻഫോസോറിയ കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണിത്. വാഴയില വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുക. നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ചെറിയ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ അവർക്ക് വേണ്ട ഫുഡ്, ലൈവ് ഫുഡ് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യെല്ലോ ടക്സിഡോ മെയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് വന്നപ്പോൾ പറഞ്ഞു ഇത് യെല്ലോ ടക്സിഡോ അല്ല, വേറെ എന്തോ ഒരു ഐറ്റമാണ്, ഒരു ഗ്രീൻ ചേർത്തിട്ടുള്ളൊരു പേരാണ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിന്നില്ല. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ ഇതെന്താണ് എന്നുള്ളത് അറിയുന്ന ആളുകളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ, കറക്റ്റ് ഏതാണെന്നുള്ളത്.
അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഇതിൻ്റെ പേരൊന്നും അറിയാത്തതെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊരു ബിസിനസ്സായിട്ടൊന്നും തുടങ്ങിയതല്ല, ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഒന്ന് താഴെ പേര് പറയൂ. അപ്പോൾ ഇതൊക്കെയാണ് ഗപ്പികളുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.